രഞ്ജിത്തിനെതിരെയുള്ള ആദ്യ കേസിൽ അറസ്റ്റ് നടക്കാതിരുന്നത് CPM സംസ്ഥാന സെക്രട്ടറിയുടെ സ്വാധീനം കാരണമെന്ന് TK ഗോവിന്ദൻ. രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പാർട്ടിയിൽ എതിർപ്പുണ്ടായിരുന്നു. MV ഗോവിന്ദന്റെ മകൻ അന്ന് പോലീസിനെ സ്വാധീനിച്ച് അറസ്റ്റ് തടഞ്ഞു. പാർട്ടി സ്വാധീനം ഇല്ലാതായപ്പോഴാണ് പോലീസ് അറസ്റ്റ് ഉണ്ടായത്. പീഡകരുടെ പക്ഷത്തായിരുന്നു പാർട്ടിയെന്നും TK ഗോവിന്ദന്റെ ഗുരുതര ആരോപണം. അങ്ങനെ സംരക്ഷിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാം. രഞ്ജിത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിന് ഗവൺമെന്റിന് നല്ല സ്വാധീനമുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ പൂർണ്ണ പിന്തുണയുമുണ്ട്. ഇതിന്റെ ഫലമായിട്ടാണ് ആദ്യഘട്ടത്തിൽ പരാതി ഉയർന്നപ്പോൾ രഞ്ജിത്ത് അറസ്റ്റ് ചെയ്യപ്പെടാതിരുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. 2025 ഓഗസ്റ്റ് 20 രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ഓഗസ്റ്റ് 20 വൈകുന്നേരമാണ് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിലൂടെ ആരോപണം വരുന്നത്, അല്ലേ? ഈ ആരോപണം വരുന്നതിന് മുമ്പ് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിൽ എന്തായിരുന്നു വാർത്ത? പോളിറ്റ് ബ്യൂറോയിലേക്ക് പോയ ഒരു കത്ത്, ആ കത്തിനെ കുറിച്ചായിരുന്നു വാർത്ത. ആ കത്തിൽ എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ? ആ കത്തിൽ MV ഗോവിന്ദനും ഗോവിന്ദൻ്റെ മകനെക്കുറിച്ചുമായിരുന്നു ചർച്ച അല്ലെങ്കിൽ പ്രതിപാദിച്ച വിഷയമെന്ന് പറയുന്നത്. ആ വാർത്ത ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണൂരിൽ നിന്ന് P ജയരാജൻ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ സഖാവ്, ആ സഖാവ് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താ പറഞ്ഞേ? ഈ വാർത്തക്ക്, ഈ ചർച്ചയ്ക്ക് അല്പായുസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ MV ഗോവിന്ദൻ്റെ മകൻ്റെ സ്വത്ത് സമ്പാദനവും MV ഗോവിന്ദൻ്റെ മകൻ്റെ ബിസിനസ്സും MV ഗോവിന്ദൻ്റെ മകൻ്റെ അവിഹിത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചുമായിരുന്നു PBക്ക് CPMൻ്റെ പോളിറ്റ് ബ്യൂറോക്ക് കത്ത് പോയത്. ആ കത്തിനെ കുറിച്ചായിരുന്നു ചർച്ച. ആ ചർച്ച ഇങ്ങനെ കത്തി വരുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഗോവിന്ദൻ്റെ മകനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ചർച്ച ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടം വേട്ടയാടൽ തുടങ്ങിയത് തന്നെ. അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും, എന്താണ് ഇതിൽ കാര്യമുണ്ട്. ഇപ്പോൾ ഇന്നലെ 977 മുതൽ SFIയിൽ പ്രവർത്തനം തുടങ്ങിയ ഒരു സഖാവിനെ ഇന്നലെ കേരളത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജനുവരി 30 മട്ടാഞ്ചേരിയിൽ വെച്ചിട്ട് ഒരു നടിയെ കാരവാനിൽ വെച്ചിട്ട് പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി. ആ പരാതിയിന്മേലാണ് 2026 ജനുവരി 30 ഇത് നടന്നിരിക്കുന്നത്. പരാതി പോയിരിക്കുന്നത് ഫെബ്രുവരി 28 അല്ല, മാർച്ച് 28. മാർച്ച് 28 പരാതി DGPക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഞാൻ വെറും നോക്കുകുത്തി മാത്രമാണ്, കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരാണ്, നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് എനിക്ക് റോളില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അതുപോലെ അപ്പോൾ പിണറായി വിജയൻ്റെ മുന്നിലേക്കല്ല പരാതി പോയത്. പിണറായി വിജയൻ്റെ മുന്നിലേക്ക് ഈ പരാതി പോയിരുന്നെങ്കിൽ ഈ പരാതി PT കുഞ്ഞുമുഹമ്മദിനെതിരെ വന്ന പരാതി കമലയുടെ അണ്ണാക്കിൽ തള്ളിയതുപോലെ ഈ പരാതിയും പിണറായി വിജയൻ കമലയുടെ അണ്ണാക്കിൽ തള്ളുമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ആ പരാതി പോയത് DGPയുടെ മുന്നിലേക്കാണ്. അങ്ങനെയാണ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തത്. ഇത് രഞ്ജിത്തിനെതിരെയുള്ള പീഡന പരാതി എത്രാമത്തെ പീഡന പരാതിയാണ്? 3ാമത്തെ പീഡന പരാതി. 1ാമത്തെ പരാതി വന്നപ്പോൾ ആ പരാതിയിൽ രഞ്ജിത്തിനെ രക്ഷിച്ചെടുത്തത് ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ എന്ന് പറയുന്ന AI ഗോവിന്ദൻ്റെ മകനാണ്. ഈ മകൻ എന്താണ് പരിപാടി? ഈ മകൻ ഒരുപാട് കാലം വിദേശത്തൊക്കെ ആയിരുന്നു. എന്താ ജോലി? ഒരു ജോലിയുമില്ല. എന്തെങ്കിലും പണിയുണ്ടോ? ഒരു പണിയുമില്ല. പണി ഗോവിന്ദൻ്റെ കള്ളപ്പണം വെളുപ്പിക്കലായിരുന്നു പരിപാടി. മനസ്സിലായില്ലേ? വിദേശത്ത് ലണ്ടനിൽ പോയി ബെഡ് സ്പേസിന് മറ്റുള്ള ആളുകളുടെ കൂടെ കിടന്ന് നരകിച്ച് ജീവിതം തുടങ്ങിയ വ്യക്തി ഒരു സുപ്രഭാതത്തിൽ സിനിമ പ്രൊഡ്യൂസറായി മാറുകയാണ്. ലണ്ടനിൽ എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ? ഒരു ജോലിയും ഉണ്ടായിരുന്നില്ല.
MV ഗോവിന്ദന്റെ കള്ളപ്പണം എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി ഫണ്ട് അടക്കം മുക്കുന്ന പണങ്ങൾ വെളുപ്പിച്ചെടുക്കുവാനുള്ള ഒരു ഉപാധിയായിരുന്നു മകനെ ലണ്ടനിൽ കുറച്ച് ദിവസം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവിടെ കൊണ്ടുപോയി നിർത്തിയത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഗോവിന്ദന്റെ മകൻ ഒരു സുപ്രഭാതത്തിൽ പ്രൊഡ്യൂസറായി മാറുകയാണ്. PBക്ക് പോയ കത്തിൽ ഈ വിഷയങ്ങളൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. പ്രൊഡ്യൂസറായി മാറി എന്ന് മാത്രമല്ല, ഒരു ഘട്ടത്തിൽ രഞ്ജിത്ത് എന്ന് പറയുന്ന ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്ത 3ാമത്തെ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത രഞ്ജിത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയാണ് ഈ പറയുന്ന ഗോവിന്ദന്റെ മകൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറയുന്ന TK ഗോവിന്ദൻ, ഇപ്പോൾ സംസാരിച്ച TK ഗോവിന്ദൻ, തളിപ്പറമ്പിലെ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി TK ഗോവിന്ദൻ, അതുപോലെയുള്ള CPMലെ പാർട്ടി നോക്കി മുന്നോട്ട് പോകുന്ന ആളുകൾ അന്ന് ഇതിനെ ചോദ്യം ചെയ്തതാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു തവണ മകനെ രക്ഷിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ ബലിയാടാക്കി. ഇവിടെ ഞാനൊരു ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്, മനസ്സിലാക്കണം നിങ്ങൾ. അതേ ആളുകൾ അന്ന് പറഞ്ഞത് സ്ത്രീപക്ഷം എന്നാണത് അതിനെ പറഞ്ഞത്, വിശേഷിപ്പിച്ചത്, അല്ലേ? അപ്പോൾ സ്ത്രീപക്ഷമെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയ ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ഗോവിന്ദൻ്റെ മകൻ തന്തക്ക് കൂട്ടിക്കൊടുക്കുകയാണോ അതോ ഗുരുവിന് കൂട്ടിക്കൊടുപ്പ് നടത്തുകയാണോ എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ഇനി അറിയില്ല, കാരണം ഇതെല്ലാം ഭൗതികമാണല്ലോ. സഖാക്കൾക്ക് ഭൗതികവാദികളാണ് സഖാക്കൾ. അവർക്ക് വിശ്വാസങ്ങളില്ല, മതങ്ങളില്ല, ദൈവങ്ങളില്ല, ഒന്നും തന്നെ ഇല്ല. എല്ലാം അവനവന് തോന്നും പോലെയാണ് ജീവിതം. എനിക്കറിയേണ്ടത് മകൻ തന്തക്കും ഇതുപോലെ കൂട്ടിക്കൊടുപ്പ് നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഗുരുവിന് വേണ്ടിയിട്ട് ആദ്യത്തെ കേസ് ഒതുക്കി തീർത്തത്, രഞ്ജിത്ത് അറസ്റ്റിലാവാതെ രക്ഷിച്ചതും കേസ് ഒതുക്കി കൊടുത്തതും ഗോവിന്ദൻ്റെ മകൻ, തൻ്റെ അച്ഛൻ, തൻ്റെ തന്ത പാർട്ടി സെക്രട്ടറിയാണ് എന്നുള്ള ഒരു സ്വാധീനവും, അതോടൊപ്പം രഞ്ജിത്തിനെ ഈ പറയുന്ന അക്കാഡമിയുടെ ചെയർമാനാക്കിയതും ഗോവിന്ദൻ്റെ മകന് അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഇത്തരക്കാരുടെ സ്ത്രീപക്ഷത്തെക്കുറിച്ചാണ്, അല്ലേ? ഇവരുടെ സ്ത്രീപക്ഷത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ മകനെ രക്ഷിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലയിൽ പെണ്ണ് കേസ് ഉണ്ടാക്കിയവർ, ഏത്? നമ്മളെ ശങ്കരാടി പറഞ്ഞ അതേ ഐഡിയ. പ്രതിപക്ഷത്തിരിക്കുന്നവരിൽ കാണാൻ ചൊറുക്കുള്ള, കഴിവുള്ള, പ്രാപ്തിയുള്ള, ക്യാപ്പബിലിറ്റിയുള്ള, പൊട്ടൻഷ്യലുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ നമ്മൾ പെണ്ണ് കേസിൽ പെടുത്തണം. അപ്പോൾ മകനെ ഉണ്ടാക്കിയ സ്വത്ത് സമ്പാദനം, മകനെ എങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടറായി, മകൻ എങ്ങനെ പ്രൊഡ്യൂസറായി എന്നുള്ള ചോദ്യങ്ങൾ PBക്ക് പോയപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടം വിവാദമുണ്ടാക്കിയത്. PBയിലേക്ക് പോയ കത്തി എങ്ങനെയെങ്കിലും ഒതുക്കാം, അത് ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമൊന്നുമല്ല. കാരണം PBയും KBയും ഒക്കെ ഈ പറയുന്ന ടീമാ, ആര്? പിണറായി വിജയൻ്റെ അടിമകളാ. അപ്പം അതുകൊണ്ട് അതിൽ കാര്യമില്ല. പിന്നെ എന്താണ് ഒതുക്കേണ്ടത് ഈ കത്ത് കേരളത്തിലെ മാധ്യമങ്ങളിൽ ചർച്ചയാവാതിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അതിനു വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ തെരഞ്ഞു പിടിച്ചു. അപ്പം രാഹുലിനെ തെരഞ്ഞു പിടിക്കുമ്പോൾ മുമ്പിൽ പല കണ്ടീഷനുകൾ ഉണ്ടായിരുന്നു. ഒരു വെടിക്ക് 2 പക്ഷി വീഴണം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വീഴണം. അതിനുവേണ്ടിയാണ് രാഹുലിനെ തെരഞ്ഞു പിടിച്ചത്. കാരണം രാഹുലിനെ തെരഞ്ഞു പിടിച്ചാൽ രാഹുൽ വഴി ഷാഫി പറമ്പിലേക്കും VD സതീശനിലേക്കും എത്താമെന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത്, തന്തയും മകനും കൂടിയിട്ട് അങ്ങനെയുണ്ട്. നിങ്ങൾ നാട്ടിൽ കണ്ടിട്ടില്ലേ? ചില കേസുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിലുണ്ടാവും ചില കേസുകൾ. ഭാര്യയെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ചില ഭർത്താക്കന്മാർ ഇല്ലേ? ചില ആളുകൾ മകളെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ചില അച്ഛന്മാർ, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് അങ്ങനെയല്ല. അച്ഛനും മകനും ചേർന്ന് മാമാ പണിയെടുക്കുക, ഗോവിന്ദൻ്റെ മകനും, അല്ലേ? എന്നിട്ട് മൈക്കിന് മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഘോരം ശബ്ദിക്കുന്നതും പ്രസംഗിക്കുന്നതും വിളിച്ചു കൂവുന്നതും പേപ്പട്ടി കുരക്കും പോലെ കുരക്കുന്നതും സ്ത്രീപക്ഷമാണ്, സ്ത്രീ സുരക്ഷയാണ്, അല്ലേ? ഗോവിന്ദൻ മാഷി എന്നൊക്കെ വിളിക്കുമ്പോൾ നിങ്ങൾ കരുതേണ്ട ഇതെന്തോ വലിയ സയൻസ് അധ്യാപകനാണെന്നൊന്നും. ഒന്നുമല്ല.
LP സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാഷാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഗോവിന്ദൻ എന്ന് പറയുമ്പോൾ എന്തോ വലിയ സയൻസ് അധ്യാപകനാണെന്നോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അധ്യാപകനാണെന്നോ ആരും തെറ്റിദ്ധരിക്കണ്ട. LP സ്കൂളിൽ, അതും LP സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ. അതെങ്ങനെ ആയി എന്നുള്ളത് അടുത്ത ചർച്ചയാട്ടോ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് CPMൻ്റെയും സഖാക്കളുടെയും സ്ത്രീപക്ഷ നിലപാടുകളെക്കുറിച്ചാണ്. എന്തിനെക്കുറിച്ച്? സ്ത്രീപക്ഷ നിലപാടിനെ കുറിച്ച്. അപ്പനും മകനും ചേർന്ന് പെൺവാണിഭം, പച്ചയിറച്ചി വിൽപ്പന നടത്തുന്ന ആളുകൾ സംസാരിക്കുന്നത് സ്ത്രീപക്ഷത്തെക്കുറിച്ചാണ്. രഞ്ജിത്തിൻ്റെ അസിസ്റ്റൻ്റ് ആവാൻ മകൻ ചെയ്തുകൊണ്ടിരുന്നത് കൂട്ടിക്കൊടുപ്പ്. മകനെ അസിസ്റ്റൻ്റ് ആക്കാൻ വേണ്ടി ആ രഞ്ജിത്തിന്, ആ പീഡന വീരന് അക്കാദമിയുടെ ചെയർമാൻ കസേര. ആലോചിക്കണം, ഇതിൻ്റെ പിറകിലൊക്കെ ഒരുപാട് അധികം പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടുകളാണ് ഇതിൻ്റെ പിന്നിൽ. മനസ്സിലായില്ലേ? രഞ്ജിത്തിന് കൂട്ടിക്കൊടുക്കുക അപ്പനും മകനും ചേർന്നിട്ട്. എന്നിട്ട് ആ വഴി അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ ഡയറക്ടർ ആവുക, പ്രൊഡ്യൂസർ ആവുക എന്നുള്ളതൊക്കെയാണ് ലക്ഷ്യം. അപ്പം ഇവരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഘോരഘോരം ശബ്ദിച്ച വ്യക്തികൾ. എനിക്ക് ഈ ശബ്ദിക്കുന്നതിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ലെന്നു. പക്ഷേ ഈ മകൻ, ഈ കൂട്ടിക്കൊടുപ്പുകാരനായ മകനെ രക്ഷിക്കാൻ അവൻ്റെ കൂട്ടിക്കൊടുപ്പുകാരൻ പാർട്ട്ണറായിട്ടുള്ള തന്ത കണ്ടുപിടിച്ച തന്ത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന വേട്ടയാടൽ എന്നുള്ളതാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് ശങ്കരാടി എത്ര വർഷമായി പറഞ്ഞിട്ട്. ശങ്കരാടി മരിച്ചിട്ട് എത്ര വർഷമായി? ശങ്കരാടി ശ്രീനിവാസനോട് പറഞ്ഞ കാര്യമാണ്. ശ്രീനിവാസൻ മരിച്ചിട്ടും ഇപ്പോൾ മാസങ്ങളായി. അപ്പോൾ അത് നടന്ന വർഷം സന്ദേശം എന്ന സിനിമ ഇറങ്ങുന്നത് എപ്പോഴാ? അന്ന് ശങ്കരാടി പറഞ്ഞു വെച്ച അതേ ഐഡിയ അതാണ് സഖാക്കൾ ഇന്നും പിന്തുടരുന്നത്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രൂശിച്ച ആളുകൾ അവരുടെ ഒരു ധാർമ്മികതയെക്കുറിച്ചാണ്. കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന, പെൺവാണിഭം നടത്തുന്ന തന്തയും മകനും, ആ തന്തയുടെയും മകൻ്റെയും ഈ പറയുന്ന ധാർമ്മികത എത്രത്തോളമായിരിക്കും? അല്ലെങ്കിലും ഇവർക്ക് അങ്ങനെ ഇല്ല, ധാർമ്മികത എന്നൊന്നും പറയുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ എന്ത് ധാർമ്മികത? കമ്മ്യൂണിസ്റ്റുകാരനെല്ലാം ഭൗതികതയാണ്, ഭൗതികവാദികളാണ്. മനസ്സിലായില്ലേ? അവിടെ ധാർമ്മികതയൊന്നുമില്ല. മനുഷ്യൻ അവന് തോന്നുന്നത് പോലെ ജീവിക്കുക, അതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭൗതികതയാണ്. അവന് ധാർമ്മികതയില്ല. അപ്പോൾ അവനോട് നമ്മൾ ധാർമ്മികത ചോദിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികളാകുമ്പോൾ അവൻ ഏത് വലിയ ഭൗതികവാദിയാണെങ്കിലും ചില ധാർമ്മികതകൾ അവൻ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്, ഇല്ലേ? ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഗോവിന്ദൻ്റെ മകനെ ഡയറക്ടറാക്കാൻ വേണ്ടിയിട്ട് രഞ്ജിത്തിനെതിരെ ഉയർന്നു വന്ന പീഡന പരാതികൾ അണ്ണാക്കിൽ തള്ളലായിരുന്നു അച്ഛൻ്റെയും മകൻ്റെയും ഏർപ്പാട് എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രശ്നമല്ല. കാരണം അവരുടെ രാജാവ് വിജയൻ, നുണറായി വിജയൻ, PT കുഞ്ഞുമുഹമ്മദിനെതിരെ ഒരു ചലച്ചിത്ര പ്രവർത്തക പരാതി കൊടുത്തപ്പോൾ ഭാര്യ കമലയുടെ അണ്ണാക്കിലേക്കാണ് തള്ളിക്കൊടുത്തത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതാ. അതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിരുന്നെങ്കിൽ അതിന് മുൻപ് ഇപ്പോൾ നുണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശിക്കെതിരെ പരാതി വന്നപ്പോൾ അന്നും ഇതുപോലെ കമലയുടെ അണ്ണാക്കിൽ തള്ളുകയാ. എന്നിട്ട് ബാലനെയും ശ്രീമതിയെയും വിളിച്ചിട്ട് പറഞ്ഞു, പോയി അളന്നിട്ട് വാ. അതൊരു പ്രഹസനമാണ്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പ്രഹസനം. എന്നിട്ട് അളന്ന് വന്നിട്ട് ഇവർ പറയും തീവ്രത കുറവാ. അപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഇവർ തീവ്രത അളക്കുന്നത്. നല്ല എണ്ണയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തടവി ഉദ്ധരിപ്പിക്കുമോ? അല്ലാതെ ഈ ലിംഗത്തിൻ്റെ തീവ്രത എങ്ങനെ അളക്കാൻ കഴിയും? നല്ല എണ്ണയൊക്കെ ഇട്ട് തടവുമോ? തടവിയിട്ട് ഉദ്ധരിപ്പിച്ചിട്ട് അതിൻ്റെ തീവ്രത അളന്നു നോക്കുമോ? അല്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്തരക്കാരുടെ സ്ത്രീപക്ഷമാണ്. ഇവരാണ് കേരളത്തിലെ ഹോൾസെയിൽ തന്തമാർ അല്ലെങ്കിൽ തള്ളമാർ, അല്ലേ? നമ്മുടെ കേരളത്തിലെ അമ്മമാരുടെ പെങ്ങന്മാരുടെ എന്തിന് പിണറായി വിജയൻ ഞാനാണ് കേരളം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കണം ഇപ്പോൾ. എന്ന് പറഞ്ഞാൽ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും മാത്രമല്ല,
ഈ കേരളം എന്ന് പറയുന്ന ഈ നാടിൻ്റെ തന്ത ഞാനാണ്, ഞാനില്ലെങ്കിൽ തീർന്നെന്നാണ് പറയുന്നത്. എന്ത് തീരാൻ? പിണറായി ഇല്ലെങ്കിൽ മറ്റൊരാള്. പിണറായിയെ കണ്ടിട്ടാണോ പരശുരാമൻ മഴുവെറിഞ്ഞത്? പിണറായിക്ക് അങ്ങനെയൊക്കെ തോന്നും, ഞാനില്ലെങ്കിൽ മറ്റാരും ഇല്ലാന്ന്. ജനത്തിന് അതൊക്കെ കേൾക്കുമ്പോൾ വലിയ ചിരിയാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇത്തരം വാർത്തകൾ ഇപ്പോൾ ഇത് ടി.കെ. ഗോവിന്ദൻ പുറത്തിറങ്ങിയിട്ട് പറയാണ്, CPM-ന്റെ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ നടക്കുന്ന ചർച്ചകളാ. അന്ന് രഞ്ജിത്തിനെ രക്ഷിച്ചതുമായി ബന്ധപ്പെട്ട് കേസിൽ നിന്ന് തടിയൂരിയെടുത്തതുമായി ബന്ധപ്പെട്ട ചർച്ചകളടക്കം സെക്രട്ടേറിയറ്റിൽ നടന്നു എന്നാണ് ഗോവിന്ദൻ പറയുന്നത്. ഏത് ഗോവിന്ദൻ? ടി.കെ. ഗോവിന്ദൻ. ടി.കെ. ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തളിപ്പറമ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MV ഗോവിന്ദൻ്റെ ഭാര്യ സ്ഥാനാർത്ഥിയായിരിക്കുന്ന തളിപ്പറമ്പിൽ ആ ഭാര്യക്കെതിരെ പാർട്ടിയിൽ നിന്ന് പുറത്ത് വന്നിട്ട് സ്വതന്ത്രനായി മത്സരിക്കുന്ന ടി.കെ. ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റി അംഗാണ്. അപ്പം അയാൾ പറയാണ്, ഇതൊക്കെ ചർച്ചകളായിട്ടുണ്ടായിരുന്നു. അന്ന് രഞ്ജിത്തിനെ രക്ഷിച്ചത് ഈ കൂട്ടിക്കൊടുപ്പുകാരായിട്ടുള്ള തന്തയും മകനുമാണ്. അപ്പം അത് പറഞ്ഞപ്പോഴാ എൻ്റെ ഓർമ്മയിലേക്ക് PB-യിലേക്ക് പോയ കത്തും ഗോവിന്ദൻ്റെ മകൻ്റെ സ്വത്ത് സമ്പാദനവും ഒക്കെ വന്നത്. അത് മറക്കാൻ വേണ്ടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേട്ടയാടിയത് എന്നുള്ളതാണ്.